അസ്സലാമു അലൈക്കും. 2024-25 അധ്യയന വർഷത്തിലെ അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഉക്തുബുൽ ജംഅ ലികലിമത്തി ഫർഹുൻ. ഫർഹ് എന്നതിൻ്റെ ജംഅ എന്താകുന്നു? ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ആൻസർ അഫ്രാഹുൻ. ഫർഹ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ്, അതിൻ്റെ ജംഅാണ് അഫ്രാഹ്. ക്വസ്റ്റ്യൻ നമ്പർ 2, മാ ഹുവൽ മുത്തറാദിഫു അൽ കലിമത്തു അബുൻ. അബുൻ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ്? മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദം. കറക്റ്റ് ആൻസർ വാലിദ്. അബുൻ എന്ന് പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് വാലിദ് എന്ന് പറഞ്ഞാൽ. ഉമ്മുൻ എന്നതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വാലിദത്ത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വലതുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്, അതിൻ്റെ ജംഅ് ഔലാദാണ്. ഇവിടെ വാലിദാണ്, മാറിപ്പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, യുഹ്തഫലു യൗമ ഈദുൽ അത്ഫാൽ ഫി യൗമി ഡാഷ്. ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ശിശുദിനമാണ്. അതേത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. ആൻസർ നവംബർ 14. നവംബർ 14 ശിശുദിനം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഉക്തുബു ഷാദ്. ഷാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. തൊമാത്തിം, ബാമിയ, ബാദിൻജാൻ, തുഫാഹ്. കറക്റ്റ് ആൻസർ തുഫാഹ്. തൊമാത്തിം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്, ബാമിയ വെണ്ട, ബാദിൻജാൻ വഴുതന, തുഫാഹ് ആപ്പിൾ. തുഫാഹ് ഫാക്കിഹത്താണ്, ബാക്കി മൂന്നും ഖളറവാത്താണ്. കറക്റ്റ് ആൻസർ തുഫാഹ്. ക്വസ്റ്റ്യൻ നമ്പർ 5, മാ ഹുവ മുത്തറാദിഫു ദാരിസ്. ദാരിസ് എന്ന പദത്തിൻ്റെ മുത്തറാദിഫ്. മുത്തറാദിഫ് എന്താണെന്ന് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പര്യായ പദം, അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം. ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് ത്വാലിബ്. തിൽമീദ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, ഹയവാൻ യസ്കുനു ഫിൽ അരീൻ. അരീനിൽ താമസിക്കുന്ന ജീവിയുടെ പേര്. അസദുൻ, സിംഹം. അസദിൻ്റെ ഗുഹക്ക് പറയുന്ന പേരാണ് അരീൻ. ക്വസ്റ്റ്യൻ നമ്പർ 7, മാ ഹുവ മുഫ്രദു ആബാർ. ആബാർ എന്നതിൻ്റെ മുഫ്രദ് എന്താകുന്നു? ആൻസർ ബിഇറുൻ. ബിഇർ എന്ന് പറഞ്ഞാൽ കിണറാണ്, അതിൻ്റെ ജംഅാണ് ആബാർ. ക്വസ്റ്റ്യൻ നമ്പർ 8, തസ്കുനുൽ ബഖറത്തു ഫി ഡാഷ്. ബഖറ എന്ന് പറഞ്ഞാൽ പശു. പശുവിൻ്റെ കൂടിൻ്റെ പേര്, ആലയുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. കറക്റ്റ് ആൻസർ അൽ ഹളീറ. തസ്കുനുൽ ബഖറ ഫിൽ ഹളീറ. ക്വസ്റ്റ്യൻ നമ്പർ 9, മാ ഹുവ മുഫ്രദു ലികലിമത്തി ഔലാദ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔലാദ് എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താകുന്നു? ആൻസർ വലതുൻ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. അതറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വളരെയധികം പ്രയാസപ്പെടും. ക്വസ്റ്റ്യൻ നമ്പർ 10, ഉക്തുബ് ഗൈറ മുത്തജാനിസ്. ഗൈറ മുത്തജാനിസ് ആയിട്ടുള്ളത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത്. ബഹറുൻ, ബിഇറുൻ, ഫഇറുൻ, നെഹ്റുൻ. കറക്റ്റ് ആൻസർ ഫഇറുൻ. ഫഇർ എന്ന് പറഞ്ഞാൽ എലിയാണ്. ബഹർ കടൽ, ബിഇർ കിണർ, നെഹ്ർ പുഴ. കറക്റ്റ് ആൻസർ ഫഇറുൻ.
ക്വസ്റ്റ്യൻ നമ്പർ 11. 1 സമം വാഹിദ് 10, 10, 100, 100. 1000-ന് അറബിയിൽ എന്താണ് പറയുക എന്നാണ്. ആൻസർ അൽഫൻ, അൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 12. മുഫ്രദ് ബലാബിൽ. ബലാബിൽ എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? ആൻസർ ബുൽബുൽ, കുയിൽ. അതിൻ്റെ ജംആണ് ബലാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. യനായർ സമം ജനുവരി, യൂനിയു സമം ജൂൺ. യനായർ എന്ന് പറഞ്ഞാൽ ജനുവരിയാണ്, യൂനിയു എന്ന് പറഞ്ഞാൽ ജൂണാണ്, യൂലിയു എന്നാണെങ്കിൽ ലാമാണെങ്കിൽ യൂലിയു എന്നാണെങ്കിൽ ജൂലൈ ആണ്. മാസങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇഖ്തറ കലിമത്തു സ്വഹീഹ്. ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ശരിയായ പദം ഏതാണ്? ഹഖീബത്ത്, ഹക്കീബത്ത്, അഖീബത്ത്. ഇതിൽ അക്ഷരത്തെറ്റുകളാണുള്ളത്. ഇതിൽ തെറ്റില്ലാതെ കറക്റ്റായി എഴുതിയിട്ടുള്ളത് ഒന്നാമത് എഴുതിയതാണ് ഹഖീബത്ത്. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഖ്തറ ഷാദ്. ഷാദായത് ഏതാണ്? മൻലൂമ, ഖിസ്സ, ഹിവാർ, കിതാബ്. കറക്റ്റ് ആൻസർ കിതാബ്. മൻലൂമ എന്ന് പറഞ്ഞാൽ കവിത, ഖിസ്സ എന്ന് പറഞ്ഞാൽ കഥ, ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. കറക്റ്റ് ആൻസർ കിതാബ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.